അന്ന കണക്കുപ്രകാരം ചെറിയ പാടാണ്. ഇത് പണ്ട് നോക്കിയിട്ടുണ്ടോ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൂടെ അറിഞ്ഞില്ല. പണ്ട് ഓർമ്മയുണ്ട് ഒരു പാട്ട്. ഇതിന്റെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളടക്കം ചർച്ച ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് ഹലോ ചർച്ച ചെയ്തത് ഇതിന്റെ ഈ ഞാൻ പറഞ്ഞത് 4 ക്ലാസ് നമ്മൾ പണ്ട് പഠിപ്പിച്ച പാടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പിന്നെ ഒരു ദാഹിച്ച മരത്തിന്റെ ചോട്ടിരിക്കുമ്പോ പിന്നെ അവര് പിന്നെ വെള്ളത്തിൽ ദാഹിച്ചപ്പോ തൊട്ടടുത്തൊരു കിണറിൽ പെൺകുട്ടി വെള്ളം എടുക്കുന്നത് കാണുന്നത്. അപ്പോ ഇയാള് പോയിട്ട് കുറച്ച് വെള്ളമാണ് ജയ് പാനി പിലാവും പറയുന്നത്. പെൺകുട്ടി പറയുന്നുണ്ട് आप नीचे जाते हैं भी नीचे जाती है मैं नीचे जाती वाली लड़की को आपको पानी देने का काम नहीं എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാള് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് പൂക്കാം പിന്നെ എനിക്ക് പാനി ചായയില്ല എന്ന് പറയും. അങ്ങനെ ഈ പെൺകുട്ടി വെള്ളം കൊടുക്കുകയും പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രശ്നമാണ് ഈ ജാത്പാത്തി സമാനം. അപ്പോൾ ഈ ഉച്ചനീതത്വങ്ങളും അതുപോലെ ഈ ജാതി വ്യവസ്ഥയൊക്കെ നിലനിരുന്ന കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് പിന്നെ വെള്ളം പിന്നെ താഴ്ന്ന ജാതിക്കാര് പക്ഷെ അതേ സമയം തന്നെ അവർക്ക് ആവശ്യ സാധനങ്ങൾ അന്ന് ഉയർന്ന ജാതിക്കാർ വാങ്ങുകയും ചെയ്യും. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ആവശ്യ സാധനങ്ങൾ അവർക്ക് വാങ്ങാം, അവർക്ക് ആവശ്യമില്ലാത്തതിന് ഉച്ചനീതത്വം. ഇതായിരുന്നു പണ്ടുണ്ടായിരുന്ന അവസ്ഥ. പ്രത്യേകിച്ച് നമ്മൾ കാരണം ഇവിടെ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിരുന്നു. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് ഉയർന്ന ജാതിക്കാർക്ക് ആവശ്യമായി. ഇതുപോലെ ഇതിലുണ്ടെങ്കിൽ അതാണ് ഒന്ന് ഉയർന്ന ജാതിക്കാർക്ക് അയാൾക്ക് വെള്ളമാണ് വേണ്ടത്. ആ വെള്ളം അപ്പം അവർക്ക് വേണം. അതുകൊണ്ട് താഴ്ന്ന ജാതിക്കാരെയായ പെൺകുട്ടി തരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ഏത് പിന്നെ അബ്ദാറവയിൽ ഉൾപ്പെടുത്താം നമുക്ക്. അതുപോലെ ജിൻസി ഹിംസ, അതായത് മനുഷ്യന്റെ പിന്നെ മാനസികമായ ജനങ്ങളുണ്ടാകുന്ന നീതി, എല്ലാവരും സമന്മാരാണ് എന്നുള്ള ആ മസാബാത്തിന്റെ അതാണ് ഇതിൽ വരുന്ന കാര്യമായിട്ടുള്ള ഒരു പിന്നെ പിന്നെ ഇതിൽ മാഹാവിക്ക് താല്യം വരുന്നത്. മാഹാവിക്ക് താല്യം എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ മരുന്നുകളുടെ ആവശ്യങ്ങളെ പ്രശ്നം. ഇയാള് ദാഹിച്ചു വന്നപ്പോൾ ഇയാള് വളരെ പ്രയാസപ്പെട്ടപ്പോൾ അയാള് ബർക്കത്തൊക്കെ നീച്ച് ബർക്കത്തൊക്കെ പറഞ്ഞാല് ആൽമരമാണ്. പക്ഷെ നമ്മൾ പണ്ട് പഠിച്ചത് വേറെ ആ പീപ്പല ആൽത്തുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോ ആ ബർക്കത്ത് ബർക്കത്ത് പുതിയ പദാണ്. അപ്പൊ ഈ ആൽമരത്തിന്റെ ചോട്ടി തണൽമരങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് കൂടി ഈ പിന്നെ മാഹോലിയാത്തിന്റെ ഒരു പിന്നെ മോനുകൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോ അങ്ങനെ കുട്ടികൾക്ക് അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ പ്രയോജനപ്പെടുന്നു. ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഈ പാഠഭാഗം അനുയോജ്യമാണോ? ഇതിനെ കുറിച്ച് സംശയം ചോദിച്ചോ. ഈ